ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു 3-4 മാസം മുന്നേ, ഏകദേശം ജൂലൈയിലാട്ടോ ഈ വീഡിയോ എടുത്തത്. എൻ്റെ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ എറണാകുളം വരെ പോവാട്ടോ. ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. കോഴിക്കോടേക്കുള്ള ബസ്സിന് ഞാൻ തലേന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ ക്യാൻസലായി. അതിന് പകരം ഞങ്ങൾ വേറെ ബസ്സിലാട്ടോ കോഴിക്കോടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്ന് ബൈ ട്രെയിനാണ് എറണാകുളത്തേക്ക് പോയത്. കുറച്ച് നേരത്തെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിരുന്നു. ട്രെയിൻ വന്നിട്ട് 8:45 അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നത്. നല്ല വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും കഴിച്ചു. ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പ്ലാറ്റ്ഫോം ഏതിലാണ് ട്രെയിൻ വരുന്നതെന്നൊക്കെ നോക്കി. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഞങ്ങളിതാ എറണാകുളത്തെത്തി. എറണാകുളത്ത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ബ്രദറും സിസ്റ്ററും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ പോകുന്നത് ആര്യ ബഡായിൻ്റെ കാഞ്ചീവരം എന്നുള്ള ഷോപ്പിലേക്കാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാരി ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഏത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ പോയി എൻ്റെ കോൺസെപ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു. സ്റ്റാഫൊക്കെ ഭയങ്കര കോർപ്പറേറ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും ദൂരം വന്നതുകൊണ്ട് എനിക്ക് നല്ല വേർത്തായിട്ട് തന്നെ തോന്നി. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള സജഷൻസൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ പിന്നെ ലാസ്റ്റ് ഞാൻ കൺഫേം വേണ്ടി ലാസ്റ്റ് 3 സാരി എടുത്തു വെച്ചു. അങ്ങനെ അതെല്ലാം ട്രൈ ചെയ്യാൻ നോക്കി. എങ്ങനെയുണ്ട്? ഞാനീ നോക്കുന്ന സാരി എല്ലാം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ ആണെങ്കിലും പക്ഷേ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനകത്ത് പാറ്റേൺസിനാണെങ്കിലും ഡിസൈൻസിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയാണ്, ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് ബ്രൈറ്റ്നസ് തോന്നുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഒരു ചേച്ചി എന്നെ ഉടുപ്പിച്ച് തന്നു. നമുക്ക് എല്ലാ സാരിയും ജസ്റ്റ് ഇങ്ങനെ മേത്തൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഉടുപ്പിച്ച് തരുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ. അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോയ സമയത്ത് ഇങ്ങനെയായിരുന്നു, നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അവരെ ഉടുപ്പിച്ച് തരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ലാസ്റ്റ് കട്ട കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്നൊക്കെ. അപ്പോൾ വേഗം ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് അച്ഛൻ അയച്ചു കൊടുത്തു. അങ്ങനെ അച്ഛൻ്റെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം കേട്ടോ ഞാൻ ഈ സാരി അങ്ങ് എടുത്തു. ഇത് ശ്രീധുൻ്റെ ഫാമിലിക്കൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാനായിട്ട് ഏകദേശം എനിക്കെടുത്തത് ഒരു 3/4 മണിക്കൂർ, അതിൽ കൂടുതൽ ഇരുന്നിട്ടില്ല. അങ്ങനെ വേഗം സാരി പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ഇന്നത്രയ്ക്കുള്ളൂ. ബൈ.